ഹായ് ഓൾ. നമ്മൾ നമ്മുടെ 4th സെമിസ്റ്ററിലെ ഇലക്ട്രോണിക്സ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു. എങ്കിലും ഞാൻ ആദ്യം മുതൽ തന്നെ തുടങ്ങുകയാണ്, അത് കണ്ടിന്യൂറ്റി പോയതുകൊണ്ട്. നമ്മുടെ ആദ്യത്തെ മൊഡ്യൂള്, ആദ്യത്തെ യൂണിറ്റ്, അതിൻ്റെ സിലബസാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. സെമി കണ്ടക്റ്റിംഗ് ഡയോഡ്സ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻസ്, ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് ആണ് ഏറ്റവും ആദ്യം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലോർക്കുക, അല്ലാത്തവരത് റെഫർ ചെയ്യുക. ഞാനിതെല്ലാം വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടാണ് ഇടുന്നത്. നിങ്ങൾ തന്നെ വീഡിയോ റെക്കോർഡിംഗ് ആണ് നല്ലതെന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞതുകൊണ്ട്, അതിനുശേഷം ഒരു 3-4 വീഡിയോയ്ക്ക് ശേഷം ഞാനൊരു ലൈവ് വന്ന് നോട്ട് വെരിഫൈ ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ ആണ് ഓരോ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട് നോട്ട് എഴുതി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പി എൻ ജംഗ്ഷൻ ഡയോഡിലേക്ക് പോകുന്നു. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞാൽ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ എൻ ടൈപ്പ് സെമി കണ്ടക്ടറോട് ചേർത്ത് വെക്കുന്നു, ജംഗ്ഷൻ ഫോം ചെയ്യുന്നു. നിങ്ങളതിൻ്റെ ഡിപ്ലീഷൻ റീജിയൻ, പൊട്ടൻഷ്യൽ ബാരിയർ, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതൊന്ന് റെഫർ ചെയ്യുക. നമ്മൾ ഡയറക്റ്റ് പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്താണ് എന്നുള്ളതിലേക്ക് പോകുന്നു. അപ്പോൾ ആദ്യം തന്നെ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് എഴുതിയിട്ട് നിങ്ങൾ നോട്ടിൽ എഴുതേണ്ടത് ഇതാണ്. ഇൻട്രൊഡക്ഷനിൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് ഈ ഡെഫിനേഷൻ എഴുതുക. അത് നിങ്ങൾക്കറിയാം, ഡയോഡ് ഫോർവേഡ് ബയാസിൽ കണ്ടക്ട് ചെയ്യും, റിവേഴ്സ് ബയാസിൽ കണ്ടക്ട് ചെയ്യുകയില്ല. അപ്പോൾ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് ഹെഡിങ് എഴുതിയിട്ട് ആദ്യം ഇത് എഴുതിക്കുക. ഡയോഡ് ഈസ് എ വൺ വേ ഡിവൈസ് ഓഫറിംഗ് ലോ റെസിസ്റ്റൻസ് വെൻ ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് ബിഹേവിംഗ് ഓൾമോസ്റ്റ് ആൻ ഓപ്പൺ സ്വിച്ച് വെൻ റിവേഴ്സ് ബയാസ്ഡ്. ഇതൊരു ഡയോഡ് ഫോർവേഡ് ബയാസിൽ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും, റിവേഴ്സ് ബയാസിൽ റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഫോർവേഡ് ബയാസിൽ അത് ഫോർവേഡ് ബയാസൊക്കെ നിങ്ങൾക്കറിയാം. പി സൈഡ് പോസിറ്റീവിൽ കണക്ട് ചെയ്യുന്നു, എൻ സൈഡ് നെഗറ്റീവിൽ കണക്ട് ചെയ്യുന്നതാണ് ഫോർവേഡ് ബയാസ്. ഫോർവേഡ് ബയാസിൽ ബിഹേവ് ആസ് ക്ലോസ്ഡ് സ്വിച്ച്, കണ്ടക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ അടഞ്ഞിരിക്കുന്ന സ്വിച്ച് അടഞ്ഞിരിക്കുമ്പോഴാണ് കണ്ടക്ട് ചെയ്യുന്നത്, ക്ലോസ്ഡ് സ്വിച്ച്. റിവേഴ്സ് ബയാസ് എന്ന് പറഞ്ഞാൽ പി സൈഡ് നെഗറ്റീവും എൻ സൈഡ് പോസിറ്റീവ്. റിവേഴ്സ് ബയാസിൽ ഇറ്റ് ബിഹേവ് ആസ് ഓപ്പൺ സ്വിച്ച്. അപ്പോൾ വാട്ട് യു മീൻ ബൈ എ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് ചോദിച്ചാൽ ഈ ഡെഫിനിഷൻ തന്നെ പറയാം. ഡയോഡ് ഈസ് എ വൺ വേ ഡിവൈസ് ഓഫറിംഗ് ലോ റെസിസ്റ്റൻസ് വെൻ ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് ഹൈ റെസിസ്റ്റൻസ് അറ്റ് റിവേഴ്സ് ബയാസ്ഡ് എന്ന് കൊടുത്താലും മതി. അല്ലെങ്കിൽ ഇറ്റ് ആക്ട് ആസ് ഓപ്പൺ സ്വിച്ച് വെൻ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ ആൻഡ് ക്ലോസ്ഡ് സ്വിച്ച് വെൻ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ. ഇനി നോക്കുക, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കും. എന്നാലും നിങ്ങൾക്കറിയാം, ഐഡിയൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് ആണ് എങ്കിൽ ഫോർവേഡ് ബയാസ് ആയി കഴിയുമ്പോൾ ഡയോഡിന് അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുകയില്ല. പക്ഷേ പ്രാക്ടിക്കൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് ആകുമ്പോൾ ഡയോഡിന് അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും. ആ വോൾട്ടേജ് ഡ്രോപ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പി എൻ ജംഗ്ഷൻ ഡയോഡ് അല്ലെങ്കിൽ സെമി കണ്ടക്ടിങ് മെറ്റീരിയൽ സിലിക്കൺ ആണ് എങ്കിൽ ഫോർവേഡ് ബയാസിൽ ജംഗ്ഷൻ അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് 0.7 വോൾട്ടേജ്, നീ വോൾട്ടേജ്, കട്ടിൻ വോൾട്ടേജ് എന്നൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളവർക്ക്. ജെർമേനിയം ആണ് എങ്കിൽ 0.28 അല്ലെങ്കിൽ 0.3 വോൾട്ടാണ് ഫോർവേഡ് ബയാസിൽ ജംഗ്ഷൻ അക്രോസ് ഉള്ള വോൾട്ടേജ്. അതിലേക്ക് നമ്മൾ വരും. അതിനു മുൻപ് ഈ പി എൻ ജംഗ്ഷൻ ഡയോഡിന് നമ്മൾ പല നമ്മുടെ പ്രാക്ടിക്കൽ പർപ്പസിനനുസരിച്ച് അതിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്ലാസിഫിക്കേഷൻ ഞാൻ പറയുന്നു. അതിലെ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ പി എൻ ജംഗ്ഷൻ ഡയോഡിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. പി എൻ ജംഗ്ഷൻ ഡയോഡിൽ നിങ്ങൾക്കറിയാം, ഫോർവേഡ് കറൻ്റ് ഉണ്ട്, റിവേഴ്സ് കറൻ്റ് ഉണ്ട്. പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ നിങ്ങൾ ഫിഗർ നോക്കുക. ഒരു പി ടൈപ്പ് ഇത് വരച്ചിടണം, എൻ ടൈപ്പ്. സെമി കണ്ടക്ടർ ഡയോഡ് ഈസ് എ പി എൻ ജംഗ്ഷൻ വിത്ത് കണ്ടക്ടേഴ്സ് ഓൺ ഈച്ച് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ കണക്ഷൻ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പി എൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ സൈഡിലത്തെ കണക്ഷൻ ഇല്ല. അപ്പോൾ അതിനൊരു ഡയോഡ് എന്ന് നമ്മൾ പറയുമ്പോൾ 2 ഇലക്ട്രോഡുകൾ കണക്ട് ചെയ്തിരിക്കുന്നത്, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കുക, ഇതിനകത്ത് കൺവെൻഷണൽ ഡിറക്ഷൻ ഓഫ് കറൻറ്റ് ഫ്രം പി ടു എൻ ആണ്. അതുകൊണ്ട് ഇതിൻ്റെ സർക്യൂട്ട് സിമ്പൽ നോക്കുക. സർക്യൂട്ട് സിമ്പൽ ഞാൻ കാണിക്കുന്നു. ഇതായത് നോക്കുക, സർക്യൂട്ട് സിമ്പൽ പി ടൈപ്പ് ഒരു ആരോ മാർക്ക് കൊണ്ട് കാണിച്ചിരിക്കുന്നു, എൻ ടൈപ്പ് ഒരു ബാർ കൊണ്ട് കാണിച്ചിരിക്കുന്നു. ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്യുമ്പോൾ പി സൈഡ് പോസിറ്റീവിലാണ് കണക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് അതിനെ ആനോഡ് എന്ന് പറയും. ഈ ബാറ് കാഥോഡ് എന്ന് പറയും.
ആരോ ഹെഡ് ഇൻഡിക്കേറ്റ്സ് ദ ഡിറക്ഷൻ ഓഫ് ഇത് പിയിൽ നിന്ന് എന്നിലേക്കായിരിക്കും ഫോർവേഡ് കറണ്ട്. അതാണ് IF എന്നും പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. നോക്കുക, പോസിറ്റീവ് ടെർമിനൽ ഫോർ ഫോർവേഡ് ബയാസ് P ടൈപ്പ് ആയിരിക്കും, നെഗറ്റീവ് ടെർമിനൽ N ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ഫോർവേഡ് ബയാസിലെ കറണ്ട് ഫ്ലോയുടെ ഡിറക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സർക്യൂട്ട് സിമ്പിൾ നമ്മൾ കാണിക്കുന്നത്. ഇത് നിങ്ങൾക്കറിയാവുന്നതാണ്. ഇനി നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു ഫോർവേഡ് ബയാസിൽ ഇത് കണ്ടക്റ്റ് ചെയ്യും, റിവേഴ്സ് ബയാസിൽ കണ്ടക്റ്റ് ചെയ്യുകയില്ല. എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, ഫോർവേഡ് ബയാസിലും ഈ ഫോർവേഡ് കറണ്ട് ഒരു പരിധിയിൽ കൂടുതലാകാൻ പറ്റുകയില്ല. ഈ പോയിന്റ് നിങ്ങൾ എഴുതിയിരുന്നു. എ PN ജംഗ്ഷൻ ഡയോഡ് ക്യാൻ ബി ഡിസ്ട്രോയിഡ് ഇഫ് ഹൈ ലെവൽ ഓഫ് ഫോർവേഡ് കറണ്ട് ഓവർഹീറ്റ്സ് ദ ഡിവൈസ്. വളരെ വലിയ ഫോർവേഡ് കറണ്ടിലേക്ക് പോയാൽ ചൂട് കൂടിയിട്ട് ഡയോഡ് ബേൺ ചെയ്യും. അതുപോലെ തന്നെ ഇത് ബേൺ ചെയ്യും എപ്പോൾ എന്ന് ചോദിച്ചാൽ റിവേഴ്സ് വോൾട്ടേജ് ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ. ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡിസ്ട്രോയിഡ് ഇഫ് എ ലാർജ് റിവേഴ്സ് വോൾട്ടേജ് കോസസ് ദ ജംഗ്ഷൻ ടു ബ്രേക്ക് ഡൗൺ. അപ്പോൾ റിവേഴ്സ് വോൾട്ടേജ് ഒരു പരിധിയിൽ കൂടുതലാണെങ്കിൽ ഡയോഡിന് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. ഫോർവേഡ് ബയാസ് ഒരു പരിധിയിൽ കൂടി ഫോർവേഡ് കറണ്ട് കൂടിക്കഴിഞ്ഞാൽ ഡയോഡ് ഓവർ ഹീറ്റ് ആവും. ഫോർവേഡ് കറണ്ട് കൂടിയിട്ട് ഡിസ്ട്രോയ് ചെയ്താൽ. അപ്പം എല്ലാ ഡയോഡിലും നമ്മൾ കൊമേഴ്സ്യലി വാങ്ങുമ്പോൾ അതിൽ കൂടി കടന്നു പോകാവുന്ന മാക്സിമം ഒരു ഫോർവേഡ് കറണ്ടിൻ്റെ വാല്യൂം അതിൻ്റെ മാനുഫാക്ചേഴ്സ് തരും ഡേറ്റാ ഷീറ്റിൽ. അതുപോലെ തന്നെ അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് എത്രയാണെന്ന് തരും. അതിൽ കൂടിക്കഴിഞ്ഞാൽ ആ ഡയോഡ് ബേൺ ചെയ്യും. അതിൻ്റെ ഡേറ്റാ ഷീറ്റിൽ നിന്ന് കിട്ടും. ഇനിയും നോക്കുക, നിങ്ങൾ അടുത്ത പോയിന്റ് എഴുതേണ്ടത് ഈ പോയിന്റ്. അപ്പോൾ ഡെഫിനിഷൻ എഴുതുക, റെപ്രസെൻറ്റേഷൻ കാണിക്കുക, അതിനുശേഷം ഈ പോയിന്റ് എഴുതുക. ഇതെല്ലാം നോട്ട് കംപ്ലീറ്റ് ആക്കിക്കണം മാക്സിമം. അതിനുശേഷം നിങ്ങൾ ഈ ഡയോഡിനെ നമ്മൾ പ്രാക്ടിക്കൽ പർപ്പസിനനുസരിച്ച് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലോ കറണ്ട് ഡയോഡ്, മീഡിയം കറണ്ട് ഡയോഡ് ആൻഡ് ഹൈ കറണ്ട് ഡയോഡ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് PN ജംഗ്ഷൻ ഡയോഡ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദ കറണ്ട് എന്ന് എഴുതിയിട്ട് എഴുതണം. ലോ കറണ്ട് ഡയോഡ്, മീഡിയം കറണ്ട് ഡയോഡ് ആൻഡ് ഹൈ കറണ്ട് ഡയോഡ് എന്താണെന്ന് നോക്കാം, ശ്രദ്ധിച്ചോളുക. ഇത് നമ്മൾ അന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ലോ കറണ്ട് ഡയോഡ്, ഹൈ കറണ്ട് ഡയോഡ്, മീഡിയം കറണ്ട് ഡയോഡ്. ഞാൻ ഈ ടെക്സ്റ്റ് ബുക്ക് PDF എനിക്ക് നോക്കിയിട്ട് അവൈലബിൾ അല്ല. 5th എഡിഷനാണ് നമുക്ക് വേണ്ടത്. സിലബസ് നോക്കുക. ഞാൻ അതുകൊണ്ട് ഫോട്ടോ എടുത്തിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും PDF എവിടുന്നേലും കിട്ടുവാണെങ്കിൽ എനിക്കൊന്ന് ഷെയർ ചെയ്യണം, എല്ലാവർക്കും കൊടുക്കണം, എനിക്കും തരണം. ഇല്ല, ഞാനിങ്ങനെ ഫോട്ടോ എടുത്തിട്ട് നമുക്കിതിൽ കോപ്പി ചെയ്ത് പഠിപ്പിക്കുമ്പോൾ നമുക്ക് അതിന് ഒരല്പം സമയം പോകും. അല്ല പിന്നെ ഞാനതെല്ലാം എഡിറ്റ് ചെയ്ത് ശരിയാക്കാനായിട്ട് എടുക്കണം. അതിന് വീണ്ടും കൂടുതൽ സമയം പോകും. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ക്ലാസിഫിക്കേഷൻ ആസ് ഹൈ കറണ്ട്, ലോ കറണ്ട് ആൻഡ് മീഡിയം കറണ്ട്. ആ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നോക്കുക, ലോ കറണ്ട് ഡിവൈസ്. ഈ ലോ കറണ്ട് ഡയോഡ്, ഈ ഡയഗ്രാം നോക്കുക, പറ്റുമെങ്കിൽ ഈ ഡയഗ്രാം ഇങ്ങനെ വരച്ചിടുക. ലോ കറണ്ട് ഞാൻ ഒന്ന് വലുതാക്കാം, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വല്ല നോട്ട് അല്ലെങ്കിൽ നോട്ട് വരച്ചിട്ടാണ്. നോക്കുക, ലോ കറണ്ട് ഡയോഡ്, ഇതിൻ്റെ എല്ലാ സൈഡിൽ ഒരു വര കാണും, അതാണ് N ടൈപ്പ്. ലോ കറണ്ട് ഡയോഡ് ഇത് നമ്മുടെ ലാബിൽ നിങ്ങൾ ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ നോക്കുക, ഈ സാധനത്തിന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലോ കറണ്ട് ഡയോഡ്, മീഡിയം കറണ്ട് ഡയോഡ്, ഹൈ കറണ്ട് ഡയോഡ്. എല്ലാത്തിനും P ഉം N ഉണ്ട്. വ്യത്യാസം ഞാനിതിൻ്റെ വേറെ ഇമേജ് കാണിക്കാം. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇതാണ്. ലോ കറണ്ട് ഡയോഡിൽ യൂഷ്വലി കേപ്പബിൾ ഓഫ് പാസിങ് എ മാക്സിമം ഫോർവേഡ് കറണ്ട് ഓഫ് 100 mA. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ലോ കറണ്ട് ഡയോഡിൽ പരമാവധി 100 mA വരെ കറണ്ട് ഫ്ലോ ചെയ്യാൻ പറ്റും. അതുപോലെ 75 വോൾട്ട് വരെ റിവേഴ്സ് ബയാസ് വോൾട്ടേജ് കൊടുക്കാൻ പറ്റും. അതിനെ പറയുന്ന ഒരു പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്നാണ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഒരു 75 വരെ വരാൻ പറ്റും. റിവേഴ്സ് കറണ്ട് 1 മൈക്രോ ആംപിയറിൽ താഴെയായിരിക്കും, മറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്. അതാണ് ലോ കറണ്ട് ഡയോഡിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ ലോ കറണ്ട് ഡയോഡ് എന്ന് എഴുതിയിട്ട് ഈ ഫിഗറും വരച്ച് ഇത് എഴുതണം. മീഡിയം കറണ്ട് ഡയോഡാണ് ഈ രണ്ടാമത് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ക്യാൻ യൂഷ്വലി പാസ് എ കറണ്ട് ഓഫ് അബൌട്ട് 400 mA. മറ്റത് 100 mA താഴെയാണ്. ഇതൊരു 400 mA വരെ പോകാൻ പറ്റും. അതുപോലെ തന്നെ റിവേഴ്സ് വോൾട്ടേജ് മറ്റേ കേസിൽ 75 വോൾട്ടേജാണ്. ഇതിനൊരു 200 വോൾട്ട് വരെ റിവേഴ്സ് വോൾട്ടേജ് കൊടുക്കാൻ പറ്റും. അപ്പം ഇതാണ് മീഡിയം കറണ്ട്. ഇനി നോക്കുക, ലോ കറണ്ട് ആൻഡ് മീഡിയം കറണ്ട് ഡയോഡ്സ് ആർ യൂഷ്വലി മൗണ്ടഡ് ബൈ സോൾഡറിങ്. നമ്മൾ സാധാരണ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ സോൾഡർ ചെയ്ത് കണക്ട് ചെയ്താൽ മതി. ഹൈ കറണ്ട് ഡയോഡിലേക്ക്, അതായത് ഈ ഒരു പാരഗ്രാഫ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, ഇതെഴുതണ്ട. ഹൈ കറണ്ട് ഡയോഡ് നോക്കുക, അതിനെ പറയുന്ന ഒരു പവർ ഡയോഡ് എന്നാണ്. പവർ ഡയോഡ് ഇതാണ് റെപ്രസെൻറ്റേഷൻ. പവർ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് വോൾട്ടേജ് ഓഫ് ദ ഓർഡർ ഓഫ് ഹൺഡ്രഡ്സ് വരും. അതുപോലെ കറണ്ട് ഓഫ് ദ ഓർഡർ ഓഫ് ആംബിയർ വരും, വലിയ ആംബിയർ. മറ്റതൊക്കെ മില്ലി ആംബിയർ പറഞ്ഞു ഓർക്കുക.
അപ്പോൾ ഹൈ കറണ്ട് ഡയോഡ് ഇത് കണ്ടോ, കറണ്ട് ഓഫ് മെനി ആംബിയേഴ്സ്, കറണ്ട് വളരെ വലിയ ആംബിയർ, കറണ്ട് ഓഫ് മെനി ആംബിയേഴ്സ് ആൻഡ് ക്യാൻ സർവൈവ് സെവറൽ ഹൺഡ്രഡ്സ് വോൾട്ടേജ് ഓഫ് റിവേഴ്സ് ബയാസ്. അപ്പോൾ ഇതാണ് ആദ്യം ഒരു കൊമേഴ്ഷ്യലായിട്ടുള്ള ഒരു യൂസ്, നമ്മൾ എന്തിനാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ഡയോഡിൻ്റെ. ഇനി നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോകും. അതിന് മുൻപ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഇമേജ് കാണിക്കാം. നിങ്ങൾ നോക്കുക, ഇത് ഈ സാധനമാണ് ലോ കറണ്ട് ഡയോഡ്. ഇത് നമ്മുടെ ലാബിൽ നിങ്ങൾ കാണുന്നതാണ്. ഇതാണ് ലോ കറണ്ട് ഡയോഡ്. ഇതാണ് മീഡിയം കറണ്ട് ഡയോഡ്. കണ്ടോ, മീഡിയം കറണ്ട് ഡയോഡ് കൺസ്ട്രക്ഷനിൽ വന്നിരിക്കുന്ന മാറ്റം നോക്കുക. ഇതാണ് ഹൈ കറണ്ട് ഡയോഡ്. ഇതല്ലേ, അതാ ഡയോഡിൻ്റെ സിമ്പിളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ മെക്കാനിസം തന്നെ അത്ര സ്ട്രോങ് ആണ്. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കണ്ടോ, ഇതിൽ ഈ സ്ക്രൂ പോലെയൊക്കെ കൊടുത്തിരിക്കുന്നത്, ഇതിൽ ധാരാളം ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഹീറ്റ് സിങ്കുകൾ ഇതിൽ കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ വലിയ മെറ്റൽ ഷീറ്റ് ഇതിനോട് കണക്ട് ചെയ്യും. ഹീറ്റ് സൈഡിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് പോകാനായിട്ട് ഹീറ്റ് ഡിസിപ്പേഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ സാധനം ഏതെങ്കിലും ഡിവൈസിനകത്ത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഇമേജ് കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ ഈ ബ്ലോക്ക് ഇതൊന്ന് വരച്ചിട്ട് ഇത് മൂന്നും എഴുതുക. അതായത് ലോ കറണ്ട് ഡയോഡ്, ഹൈ കറണ്ട് ഡയോഡ്, മീഡിയം കറണ്ട് ഡയോഡ്, മൂന്നെണ്ണം. ലോ കറണ്ട്, മീഡിയം കറണ്ട്, ഹൈ കറണ്ട്. ആ കറണ്ടിൻ്റെ റേഞ്ച് ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മളൊരു ഡയോഡിൻ്റെ PN ജംഗ്ഷൻ ഡയോഡിൻ്റെ പാരാമീറ്റേഴ്സ് അത് നിങ്ങൾക്കറിയാം. റിവേഴ്സ് ബയാസ്ഡ് ജംഗ്ഷൻ ഡയോഡിൻ്റെ പ്രോപ്പർട്ടിയും ഫോർവേഡ് ബയാസ്ഡ് ജംഗ്ഷൻ ഡയോഡിൻ്റെ പ്രോപ്പർട്ടിയും. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന ഹെഡിങ് എഴുതുക. അതിനുശേഷം നിങ്ങൾ ഇതെഴുതുക, ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ഞാൻ ഒരു ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ്, റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ടെക്സ്റ്റ് ബുക്കിലെ കാണിക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് വരാം, നോക്കുക. അതായത് ഇത് നോക്കുക, ഒരു ഡയോഡിൻ്റെ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പോൾ ഞാനിതൊരു സിലിക്കൺ ഡയോഡിനാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ്, പോസിറ്റീവ് എക്സ് ആക്സിസിൽ വോൾട്ടേജ് എടുത്തിരിക്കുന്നു, പോസിറ്റീവ് വൈ ആക്സിസിൽ കറണ്ട് എടുത്തിരിക്കുന്നു, മില്ലി ആംപിയറിലാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഞാൻ ആ പാർട്ട് മാത്രം ഈ സൈഡിൽ വരയ്ക്കുന്നു. ഇത് അപ്പോൾ നിങ്ങൾ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ പാർട്ട് മാത്രം വരച്ചാൽ മതിയാവും, ഞാൻ പറയാം. അപ്പോൾ ആ ഗ്രാഫ് ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, എത്ര കാര്യമായിട്ട് പറയേണ്ട. ആദ്യമൊക്കെ കറണ്ട് നിയർലി സീറോ ആയിരിക്കും. ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ആയി കഴിയുമ്പോൾ കറണ്ട് കൂടി വരും. കറണ്ട് ഓൾമോസ്റ്റ് ഇൻക്രീസസ് ലീനിയറായിട്ട് കൂടിപ്പോകും. ഇതിന് ശേഷം ഈ പർട്ടിക്കുലർ വോൾട്ടേജിനെയാണ് നമ്മൾ VF എന്ന് പറയുന്നത്. ഇത് സിലിക്കൺ ഡയോഡാണ് എങ്കിൽ 0.7 വോൾട്ടേജ് ആയിരിക്കും. ഇതിനെ നീ വോൾട്ടേജ് എന്നും കട്ടിൻ വോൾട്ടേജ് എന്നും ഫയറിംഗ് വോൾട്ടേജ് എന്നും ഒക്കെ പറയുന്നുണ്ട്. ഇത് സിലിക്കൺ ആണെങ്കിൽ 0.7 ആയിരിക്കും, ജെർമേനിയം ആണെങ്കിൽ 0.3 ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ ഫിഗർ കാണിക്കാം, നോക്കിക്കൊള്ളുക. ഇത് നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഈ ഫിഗർ തന്നെ വരയ്ക്കുക. ഇത് കണ്ടോ, കുറച്ചുകൂടെ വലുതാക്കാൻ. യെസ്, നോക്കിക്കേ, എക്സ് ആക്സിൽ എടുത്തിരിക്കുന്ന നോക്കുക. 0.1, 0.2, 0.3, 0.7 എത്തിയപ്പോൾ ഫോർവേഡ് കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി ലീനിയറിലായിട്ട്. അതുവരെ നിയർലി സീറോ ആയിരിക്കും. ഇതാണ് ഫോർവേഡ് ബയാസ്ഡ് ജംഗ്ഷൻ ഡയോഡിൻ്റെ ഗ്രാഫ്. ഇനി റിവേഴ്സ് ബയാസ്ഡിൻ്റെ നോക്കുക. റിവേഴ്സ് ബയാസ്ഡിൻ്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. റിവേഴ്സ് കറണ്ട് ഡ്യൂ ടു മൈനോറിറ്റി കാരിയേഴ്സ് ആണ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ബയാസ് ശരിക്കും ഐഡിയൽ ഡയോഡാണെങ്കിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവരുത്. പ്രാക്ടിക്കൽ ഡയോഡിനൊരു ചെറിയ കറണ്ട് ഫ്ലോ ഉണ്ടാകും, മൈനോറിറ്റി കാരിയർ കാരണമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഫോർവേഡ് ബയാസിൽ ഞാൻ വൈ ആക്സിസിൽ കറണ്ട് മില്ലി ആംപിയർ എന്നാണ് കാണിക്കുന്നത് എങ്കിൽ റിവേഴ്സ് ബയാസിൽ മൈക്രോ ആംപിയറോ നാനോ ആംപിയറിലോ ആണ് കാണിക്കേണ്ടത്, വളരെ കുറവാണ്. അപ്പോൾ റിവേഴ്സ് ബയാസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്നിട്ട് നമുക്ക് ആ ഗ്രാഫിലേക്ക് വരാം. റിവേഴ്സ് ബയാസിൽ വോൾട്ടേജ് നെഗറ്റീവ് വൈ ആക്സിൽ കറണ്ട് ഇതിലും എടുക്കുന്നത് ഇതിൽ മൈക്രോ ആംപിയറിലെ നമ്മൾ നാനോ ആംപിയറിൽ കാണിക്കുക, മറ്റത് മില്ലി ആംപിയർ ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, റിവേഴ്സ് കറണ്ട് ഒരു ചെറിയ റിവേഴ്സ് വോൾട്ടേജിന് തന്നെ അറ്റൈൻസ് എ സാച്ചുറേഷൻ വാല്യൂ, പിന്നെ കൂടുകയില്ല, പിന്നെ ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ റിവേഴ്സ് കറണ്ടിൻ്റെ പ്രോപ്പർട്ടികൾ ഓർക്കുക. റിവേഴ്സ് കറണ്ട്
ഈസ് ഓൾമോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് റിവേഴ്സ് വോൾട്ടേജ്. റിവേഴ്സ് വോൾട്ടേജ് കൂട്ടിയാൽ അത് കൂടുകയില്ല, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. ഇതിനെ പറയുന്ന പേര് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്നും റിവേഴ്സ് ലീക്കേജ് കറണ്ട് എന്നും ഒക്കെ പറയും. ഇതൊരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തിയതിന് ശേഷം പിന്നെയും നിങ്ങൾ റിവേഴ്സ് വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ ദ റിവേഴ്സ് കറണ്ട് ഇൻക്രീസസ് അബ്രപ്റ്റ്ലി. ഇതിനെ പറയുന്ന പേരാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ. ഈ റേഞ്ചിലേക്ക് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡയോഡ് ഡിസ്ട്രോയ് ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ വരാൻ പാടില്ല. ഇതിനൊക്കെ കാരണം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നതാണ്. കോവലൻ്റ് ബോണ്ടുകൾ പെട്ടെന്ന് പൊട്ടുകയും അതിൻ്റെ സ്ട്രക്ചർ ആകപ്പാടെ ഡിസ്ട്രോയ് ചെയ്യുകയും ഡയോഡ് പോവുകയും ചെയ്യും. അപ്പോൾ ഈ വോൾട്ടേജ് വരെ എത്താൻ പാടില്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കേസിൽ റിവേഴ്സ് കറണ്ട് ഈസ് ഓൾമോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് റിവേഴ്സ് വോൾട്ടേജ്. അപ്പോൾ ഞാനിപ്പോൾ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സും റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സും പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നോക്കുക, മുകളിലത്തെ ഫിഗറിൽ ഈ പറഞ്ഞിരിക്കുന്നത് ഇത് നോക്കുക. ഞാനൊന്നുകൂടി ഈ ഗ്രാഫാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. 0.1, 0.2, 0.7 കഴിഞ്ഞപ്പോൾ ഫോർവേഡ് ബയാസിൽ കറണ്ട് വളരെ പെട്ടെന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി നോക്കുക, റിവേഴ്സ് വോൾട്ടേജ് ഒരു പെട്ടെന്ന് തന്നെ റിവേഴ്സ് കറണ്ട് 100 നാനോ ആംപിയർ എത്തി. അതിനുശേഷം പിന്നെ അത് കോൺസ്റ്റൻ്റ് ആണ്. ഇത് കണ്ടോ, ഇതിങ്ങനെ ഗ്രാഫുണ്ട്, ഇതേ കൂടെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ബ്രേക്ക് ഡൗൺ ആണ്. ടിപ്പിക്കൽ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സിലിക്കൺ ഡയോഡ്. there is a substantial forward current when the forward voltage exceeds approximately 0.7 volt. ജർമ്മേനിയം ആണെങ്കിൽ ഇതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ജർമ്മേനിയത്തിന് 0.3 വോൾട്ട് ആകുമ്പോൾ ഇത് സംഭവിക്കും. ഇത് കണ്ടോ, 0.3 വോൾട്ട് ആകുമ്പോൾ ഇത് സംഭവിക്കും. റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജും മറ്റതിനേക്കായി കുറവാണ്. ഒരു -50 വോൾട്ടൊക്കെ ആകുമ്പോഴേക്കും പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. ഓക്കെ, അപ്പോൾ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ്, റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഗ്രാഫ് വരയ്ക്കാൻ അറിഞ്ഞിരിക്കുക, അതിൻ്റെ പ്രോപ്പർട്ടികൾ. ഇതിൽ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന പാരാമീറ്ററുകളാണ്. അതിനു മുൻപ് ഈ ഫിഗർ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വേണ്ടതാണ്. അപ്പോൾ ഇതിനെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നോക്കുക, നിങ്ങൾ എഴുതേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ്, റിവേഴ്സ് അല്ലേ, ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് എഴുതുക. സെമി കണ്ടക്ടർ ഈസ് എസെൻഷ്യലി ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ ദോസ്. അതൊന്നും വേണ്ട. ഫിഗർ ഇപ്പം ഞാൻ കാണിച്ച 2 ഗ്രാഫുകളാണ്. ടിപ്പിക്കൽ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ലോ കറണ്ട് സിലിക്കൺ ആൻഡ് ജർമേനിയം ഡയോഡ്. From the silicon diode characteristics, it is seen that forward current remains very low തുടക്കത്തിൽ until the diode forward bias voltage exceeds 0.7 volt. At VF leaves greater than 0.7 volt, IF increases almost linearly. ഗ്രാഫിൽ പറഞ്ഞു കൊടുക്കുക. Because the diode reverse current is very much smaller than its forward current, the reverse characteristics are plotted with an expanded current scale എന്ന് പറയാൻ കാരണം മറ്റത് മില്ലി ആംപിയറിലാണ് എടുത്തിരിക്കുന്നത്, ഇത് നാനോ ആംപിയറിലാണ് അവിടെ എടുത്തിരിക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. മില്ലി ആംപിയറിലെടുത്താൽ കാണിക്കാൻ പറ്റുകയില്ല, വളരെ ചെറുതായിരിക്കും. ഫോർ എ സിലിക്കൺ ഡയോഡ് IR ഈസ് നോർമലി ലെസ് ദാൻ 100 നാനോ ആംപിയർ ആൻഡ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് റിവേഴ്സ് ബയാസ് വോൾട്ടേജ്. ഞാൻ നേരത്തെ പറഞ്ഞത് IR ഈസ് ലാർജ്ലി എ മൈനോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. റിവേഴ്സ് കറണ്ട് എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി ക്യാരിയർ കാരണമുള്ളതാണ്. A small increase in IR can occur with the increase in reverse bias voltage, the result of minority charge carriers leaking along the junction surface. For a diode with the characteristics, the reverse current is usually less than നമ്മൾ നേരത്തെ പറഞ്ഞ 100 മൈക്രോ ആംപിയറിലൊക്കെ കുറവായിരിക്കും, നാനോ ആംപിയറിലൊക്കെ കുറവായിരിക്കും റിവേഴ്സ് കറണ്ട് എന്ന് പറഞ്ഞു ഓർക്കുക. അപ്പോൾ നിങ്ങൾ ഫോർവേഡ് ബയാസ് എന്നാണ് ഗ്രാഫ് വരയ്ക്കുക, റിവേഴ്സ് ബയാസ് എന്നാണെന്ന് ഗ്രാഫ് വരയ്ക്കുക. റിവേഴ്സ് കറണ്ട് വളരെ കുറവായിരിക്കും എന്നുള്ള കാര്യം. ഇനി നമ്മൾ ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കാൻ പോകുന്ന ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന്, അല്ലെങ്കിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഏതൊക്കെയാണ് എന്ന് ആണ് എഴുതേണ്ടത്. അതായത് ഇപ്പം നമ്മൾ 2 ഗ്രാഫും വരച്ചു. ഇനി നോക്കുക, ഒരു ഡയോഡിൻ്റെ ഫോർവേഡ് റെസിസ്റ്റൻസ് എന്താണ്, റിവേഴ്സ് റെസിസ്റ്റൻസ് എന്താണ്, ഇതാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പമാണ്. ആദ്യം നമ്മൾ DC റെസിസ്റ്റൻസ് ആണ്. 2 ടൈപ്പ് റെസിസ്റ്റൻസ് ഉണ്ട്. AC റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഡൈനാമിക് റെസിസ്റ്റൻസും ഉണ്ട്, സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ DC റെസിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ഡയോഡിൻ്റെ ഫോർവേഡ് റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത് എങ്കിൽ ഫോർവേഡ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട്, ഫോർവേഡ് റെസിസ്റ്റൻസ് ഓഫ് ദ ഡയോഡ്. അപ്പോൾ ആദ്യം എഴുതുക ഫോർവേഡ് റെസിസ്റ്റൻസ് ഓഫ് ദ ഡയോഡ് എന്ന് എഴുതുക. RF ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ഫോർവേഡ് വോൾട്ടേജ് ബൈ ഫോർവേഡ് കറണ്ട് ആയിരിക്കും.
ഫോർവേഡ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഫോർവേഡ് കറണ്ട്, അല്ലെങ്കിൽ RF ഈസ് ഈക്വൽ ടു VF ബൈ IF എന്നാണ് ഫോർവേഡ് വോൾട്ടേജിൻ്റെ RF ഈസ് ഈക്വൽ ടു VF ബൈ IF. ഇതുപോലെ തന്നെ റിവേഴ്സ് ഫോർവേഡ് വോൾട്ടേജ് അല്ല, ഫോർവേഡ് റെസിസ്റ്റൻസ്. റിവേഴ്സ് റെസിസ്റ്റൻസ് എഴുതുക. റിവേഴ്സ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ RR is equal to reverse voltage by reverse current. Reverse voltage by reverse current. Reverse voltage divided by reverse current. അപ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എഴുതുക. എക്സാമ്പിളിനാണ്, ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലമാണ്, എഴുതിക്കൊള്ളുക. Calculate the forward and reverse resistance, the forward and reverse resistance offered by a silicon diode, offered by a silicon diode with the characteristics shown. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാഫാണ്, അത് ഞാൻ ഒന്നുകൂടെ കാണിക്കും. അപ്പോൾ അത് നിങ്ങൾ ബുക്കിൽ വരച്ചിട്ടുള്ളതാണ്. ഷോൺ എന്നിട്ട് എഴുതുക. അറ്റ് IF ഈസ് ഈക്വൽ ടു 100 MA. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ അറ്റ് IF ഈസ് ഈക്വൽ ടു 100 MA ആൻഡ് VR ഈസ് ഈക്വൽ ടു 50 volts. IF 100 MAയിലെ ഫോർവേഡ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. VR 50 വോൾട്ടിലെ എന്താണ് റിവേഴ്സ് റെസിസ്റ്റൻസും കണ്ടുപിടിക്കണം. അതിനും നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് വരച്ച ഗ്രാഫ് നിങ്ങൾ വീണ്ടും നോക്കിക്കേ. ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എവിടെയാണ്? RF ഈസ് ഈക്വൽ ടു 100 MA. ഈ ഡയഗ്രം നോക്കുക. അപ്രോക്സിമേറ്റ്ലി ഈ RF ഈസ് ഈക്വൽ ടു 100 MA. ഇത് കണ്ടോ ഡയഗ്രത്തിൽ RF ഈസ് ഈക്വൽ ടു 100 MA. ഇത് ഏറ്റവും മുകളിലത്തെ പോയിന്റ്. RF ഈസ് ഈക്വൽ ടു 100 MA നോക്കുക. ഈ RF ഈസ് ഈക്വൽ ടു 100 MAക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള VF നോക്കിക്കേ. ആ ഗ്രാഫിൽ ഇത് ഏറ്റവും മുകളിൽ ഏകദേശം പകുതിയിലാണ് ചെന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എക്സ് ആക്സിസ് നോക്കുക. എക്സ് ആക്സിസിൽ 0.7 0.8 ഓൾമോസ്റ്റ് ഹാഫ് അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ റഫിലി നമുക്ക് എഴുതാനേ പറ്റുകയുള്ളൂ. അപ്പോൾ ഫോർവേഡ് ഈ 100 MA ഫോർവേഡ് കറണ്ട് വരുമ്പോൾ ഡയോഡിന് അക്രോസുള്ള ഫോർവേഡ് വോൾട്ടേജ് എത്രയാണെന്ന് വെച്ചാൽ 0.7നും 0.8നും നടുക്കാണ്. ഞാൻ ഗ്രാഫ് ഈ ഗ്രാഫ് നോക്കുക. അതായത് ഞാൻ സൈഡിൽ വരയ്ക്കുന്നു. ഇതല്ല, ഇങ്ങനെയാണ് ആ ഗ്രാഫ്. ഞാൻ ആ ഭാഗം മാത്രം വരയ്ക്കുന്നു. നോക്കുക. ഇത് 0.7, ഇത് 0.8. ആ ഗ്രാഫ് നിങ്ങൾ നോക്കുക. ആ 100 0. ഇത് കഴിയുമ്പോൾ ഇത് കൂടാൻ തുടങ്ങും. എന്നിട്ട് ഈ 100 വരുമ്പോൾ ഇവിടെയാണ് ആ 100 ഗ്രാഫിലെങ്കിൽ 100 ഇതിന് കറക്റ്റ് ഏകദേശം ഓൾമോസ്റ്റ് നടുക്കായിട്ടാണ്. ഗ്രാഫ് നോക്കുക. ഇതല്ലേ, ഇനി വീണ്ടും നിങ്ങൾ ആ ഗ്രാഫ് നോക്കിയതല്ലേ 100 MAക്ക് കറസ്പോണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം ഫോർവേഡ് വോൾട്ടേജ് എത്രയെന്ന് എടുക്കാം? 0.75 എന്നെടുക്കാം. അപ്പോൾ ഫോർവേഡ് വോൾട്ടേജ് 0.75ഉം കറണ്ട് 100 mA. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറ്റ് IF ഈസ് ഈക്വൽ ടു, ഒന്നാമത്തെ പാർട്ടാണ് ഇനി അങ്ങനെ തന്നെ നിങ്ങൾ എഴുതുക. അറ്റ് IF ഈസ് ഈക്വൽ ടു 100 MA, അറ്റ് IF ഈസ് ഈക്വൽ ടു 100 MA, VF approximately equal to 0.75 volt. അപ്പോൾ RF കണ്ടുപിടിക്കുക നിങ്ങൾ. RF is equal to VF by
വി എഫ് ഡിവൈഡഡ് ബൈ ഐ എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.75 ഡിവൈഡഡ് ബൈ 100 മില്ലി ആംപിയർ. 100 MA ആണ്, 100 മില്ലി ആംപിയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 7.5 ഓം. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഓർക്കുക, ഡയോഡിൻ്റെ ഫോർവേഡ് റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും, 7.5 ഓം. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ ആ ഗ്രാഫ് നോക്കുക, റിവേഴ്സ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അതിനായിട്ട് നമ്മൾക്ക് തന്നിരിക്കുന്നത് വി ആർ ഈസ് ഈക്വൽ ടു എത്രയെന്നാണ് തന്നിരിക്കുന്നത്? 50 വോൾട്ട് എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രാഫിനകത്തുനിന്ന് അതിൻ്റെ കറസ്പോണ്ടിങ് ഐ ആർ നോക്കണം. ഐ ആർ നോക്കിക്കേ, 50 മൈനസ് ഈ വി ആർ -50ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐ ആർ എത്രയാണ്? 100. ഇതല്ലേ 50ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് -100 ആണ്, നാനോ ആംബിയർ ആണ്. അപ്പം ഐ ആർ ഇസ് ഈക്വൽ ടു 100 നാനോ ആംബിയർ. 100 നാനോ ആംബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 × 10⁻⁻9 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻7 ആംബിയർ വരും. അപ്പം നമ്മുടെ റിവേഴ്സ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആർ ആർ ഈസ് ഈക്വൽ ടു വി ആർ ഈസ് 50 ഡിവൈഡഡ് ബൈ ഐ ആർ ഈസ് 10⁻⁻7. അപ്പോൾ ഇത് 50 × 10⁻+7 വരും. എന്ന് പറഞ്ഞാൽ 500 × 10⁻6 വരും. 500 മെഗോം വരും. വളരെ വലുതാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഓർക്കുക, ഒരു ഡയോഡിൻ്റെ ഫോർവേഡ് ബയാസിൽ റെസിസ്റ്റൻസ് വളരെ ചെറുതായിരിക്കും, റിവേഴ്സ് ബയാസിൽ റെസിസ്റ്റൻസ് വളരെ വലുതായിരിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ ഡയോഡിൻ്റെ എന്താണ് DC പാരാമീറ്ററാണ്. ഇതല്ലാതെ ഡൈനാമിക് റെസിസ്റ്റൻസ് ഉണ്ട്, അതിലേക്ക് വരാം. അതിനു മുൻപ് ഒരു ചെറിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഫോർവേഡ് റെസിസ്റ്റൻസ് എന്താണ് എന്ന് പഠിച്ചു, റിവേഴ്സ് റെസിസ്റ്റൻസ് എന്താണ് എന്ന് പഠിച്ചു. ഇനി ഞാനൊരു ചെറിയ കാര്യം, ഒരു ഡയഗ്രാം വേണമല്ലോ. ഡയോഡ് പാരാമീറ്റേഴ്സിലേക്ക് നമുക്ക് പോകാം. അടുത്ത ഇപ്പം നമ്മൾ ഈ പറഞ്ഞത് കൂടാതെ ഇപ്പോൾ നമ്മൾ ഡയോഡിൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിക്കോ, ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെയുണ്ട്, ഡയോഡ് പാരാമീറ്റേഴ്സ് എഴുതുക. ഡയോഡ് പാരാമീറ്റേഴ്സ്. വീണ്ടും നമ്മുടെ പഴയ ഡയഗ്രത്തിലേക്ക് നമ്മൾ വരും. ഡയോഡ് പാരാമീറ്റേഴ്സ്. The important parameters are നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പാരാമീറ്റേഴ്സ് ആർ 1 VF ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ്. ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ്. 2 IR reverse saturation current. Reverse saturation current. 3 VBR reverse breakdown voltage. Reverse breakdown voltage. For IF max, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, മാക്സിമം ഫോർവേഡ് കറൻ്റ് ആണ്. മാക്സിമം ഫോർവേഡ് കറണ്ട്. ഇനിയും ഞാൻ പറഞ്ഞ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഏതാണ്? ഡൈനാമിക് റെസിസ്റ്റൻസ് RD.
അപ്പോൾ ഒരു ഡയോഡിൻ്റെ ഡേറ്റ ഷീറ്റിൽ ഇതിൻ്റെയൊക്കെ വാല്യൂ കാണും. ഡൈനാമിക് റെസിസ്റ്റൻസ്. എന്താണ് ഈ ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഫോർവേഡ് റെസിസ്റ്റൻസ് VF/IF എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റാറ്റിക് ക്വാണ്ടിറ്റിയാണ്. ഇനിയും അത് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ചേഞ്ച് ആണ് എടുക്കുന്നതെങ്കിൽ ദാറ്റ് റെസിസ്റ്റൻസ് ഈസ് നോൺ ആസ് ഡൈനാമിക് റെസിസ്റ്റൻസ്. അതായത് പറഞ്ഞു തരാം, ഡൈനാമിക് റെസിസ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ ഫോർവേഡ് റെസിസ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഫോർവേഡ് വോൾട്ടേജ് ബൈ ഫോർവേഡ് കറണ്ട്. ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ VF/ΔIF. That is the change in forward voltage divided by change in forward current. ഇതാണ് ഡൈനാമിക് റെസിസ്റ്റൻസ്. ഇത് എല്ലാ ഡയോഡിനും നമുക്കിപ്പം എന്താണ് ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൈനാമിക് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മുടെ നേരത്തെ ഗ്രാഫ് ഞാനിപ്പോൾ എടുക്കാം, അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഇങ്ങനെ അല്ലാതെ ഇതിനൊരു എന്താണ് റൂൾ ഓഫ് തമ്പ് ഇക്വേഷൻ. ഈ റൂൾ ഓഫ് തമ്പ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻ്റലി കിട്ടുന്ന തിയറിറ്റിക്കൽ പ്രൂഫൊന്നും ഇല്ലാത്ത ഏകദേശ ഇക്വേഷനെ നമ്മൾ ജനറലി പറയുന്ന പേരാണ് റൂൾ ഓഫ്, മലയാളത്തിൽ പറഞ്ഞാൽ കൈക്കണക്കെന്ന് പറയും. നമ്മൾ കൃത്യം അളവൊന്നും ഇല്ലാതെ കൈക്കണക്ക് എന്ന് പറയുന്ന സാധനത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് റൂൾ ഓഫ് തമ്പ്. അപ്പോൾ റൂൾ ഓഫ് തമ്പ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ പ്രൂഫോ കാര്യങ്ങളോ ഒന്നുമല്ല, കിട്ടുന്ന വാല്യൂ കൃത്യമായിരിക്കുകയില്ല, അപ്രോക്സിമേറ്റ് കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് റൂൾ ഓഫ് തമ്പ് ഇക്വേഷൻ. അപ്പോൾ ഒരു ഡയോഡിൻ്റെ ഡൈനാമിക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഓൾസോ ദർ എ റൂൾ ഓഫ് തമ്പ് ഇക്വേഷൻ. അപ്പോൾ റഫ് കാൽക്കുലേഷൻ ഇത് മതിയായിരിക്കും, റൂൾ ഓഫ് തമ്പ് ഇക്വേഷൻ. റൂൾ ഓഫ് തമ്പ് ഇക്വേഷൻ ഇതാണ്: RD ഈസ് ഈക്വൽ ടു 26 മില്ലി വോൾട്ട് ഡിവൈഡഡ് ബൈ ഫോർവേഡ് കറണ്ട്. IF അതായത് മറ്റേ ചേഞ്ച് ഒന്നും കണ്ടുപിടിക്കേണ്ട, 26 MV ഡിവൈഡഡ് ബൈ IF ചെയ്താൽ RD കൃത്യം വാല്യൂ അല്ല, മറ്റതിൻ്റെ ഏകദേശം അടുത്തായിരിക്കും. അപ്പോൾ റൂൾ ഓഫ് തമ്പ് ഇക്വേഷൻ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. കൃത്യമായിട്ട് RD ഈസ് ഈക്വൽ ടു ഡെൽറ്റ VF ഡിവൈഡഡ് ബൈ ഡെൽറ്റ IF. അപ്പോൾ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളുക മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട്. ഫൈൻഡ് ദ ഡൈനാമിക് റെസിസ്റ്റൻസ് അറ്റ് എ ഫോർവേഡ് കറണ്ട് ഓഫ് ഫൈൻഡ് the dynamic resistance at a forward current of 70 milliampere. Forward current of 70 milliampere for the diode characteristics shown. പഴയ ഫിഗർ തന്നെയാണ്. ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഷോ. ഓക്കെ, വീണ്ടും നമ്മുടെ ഗ്രാഫിലേക്ക് പോകുന്നു. ഗ്രാഫ് ചെറുതാക്കിയാലേ ഗ്രാഫിൽ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്, ക്വസ്റ്റ്യൻ എഴുതി നോക്കുക. ഡൈനാമിക് റെസിസ്റ്റൻസ് ഫോർ എ ഫോർവേഡ് കറണ്ട് ഓഫ് 70 മില്ലി ആംപിയർ, ദ ഡയോഡ് ക്യാരക്ടറിസ്റ്റിക് ഷോൺ ഇൻ ഫിഗർ. എസ്റ്റിമേറ്റ് ദ ഡൈനാമിക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നോക്കി 70 മില്ലി, ഈ ഗ്രാഫിൽ തന്നെ കാണിച്ചിട്ടുണ്ട് 70 മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ ഇത് ഈ 60-നും 80-നും ഇടയ്ക്കാണ്. ഇവിടെയാണ് 70 മില്ലി ആംപിയർ വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 70 മില്ലി ആംപിയർ ഇവിടെയാണ് വരുന്നത്. ഏകദേശം വാല്യൂ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അതായത് ഈ ഗ്രാഫിൽ ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ മുതലാണിത് കൂടാൻ തുടങ്ങുന്നത്, ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ. അത് നിങ്ങൾക്ക് ഈ 0-നും 20-നും ഇടയ്ക്ക് 10 എടുക്കാം, ശരിയല്ലേ? അപ്പം നിങ്ങൾക്ക് ഡെൽറ്റ IF കാൽക്കുലേറ്റ് ചെയ്യുമ്പം 70, ഞാൻ വേറൊരു ഗ്രാഫ് പറയും. ഈ ഗ്രാഫിൽ ഡേറ്റാസ് നിങ്ങൾ നോക്കുക. ഞാനിത് ഇവിടെ തന്നെ വരയ്ക്കുന്നു, അല്ലെങ്കിൽ വേണ്ട, പിന്നെ നമുക്ക് മാറ്റി വെക്കാം, പിന്നെ എടുക്കാം. ഇതല്ലേ ഇവിടെ, ഇതാണ് ഇവരെ 20 എന്ന് കാണിച്ചിരിക്കുന്നത്.
എന്നിട്ട് ആ കറണ്ട് കൂടാൻ തുടങ്ങുന്നത് കണ്ടോ, 0.7. അപ്പം നമുക്ക് ആ ലീനിയർ ആയിട്ടുള്ള പോർഷനിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇത്രയും ഭാഗത്തെ നിങ്ങൾ ഡെൽറ്റ വിയും എടുക്കണം, ഡെൽറ്റ ഐയും എടുക്കണം ഈ ഗ്രാഫിൽ. മനസ്സിലായോ? അപ്പോൾ ഇതല്ലേ 60, 70 വരുന്നത്. ഇത് ഈ 70 എന്നുള്ളതല്ല, നിങ്ങൾക്ക് 40, 60 ഇവിടെ എവിടെ കണ്ടുപിടിച്ചാലും കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം ഈ ഭാഗം സ്ട്രെയിറ്റ് ലൈനാണ്. സ്ട്രെയിറ്റ് ലൈൻ ആകുമ്പോൾ സ്ലോപ്പ് എല്ലായിടത്തും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഡേറ്റ ഉള്ളിടത്തു നിന്ന് അങ്ങ് എടുക്കുന്നതാണ്. ഡേറ്റ ഉള്ളിടത്തു നിന്ന് എടുക്കുമ്പോൾ ഏകദേശം ഇവർ ചെയ്തിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഡെൽറ്റ വി എഫ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു 0.7, 0.8 പകുതിയിലായിരുന്നു ഇത് കുറച്ചുകൂടി ഇങ്ങോട്ടല്ലേ. അപ്പോൾ ഈ 70ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡെൽറ്റ വി എഫ് എന്ന് പറയുന്ന അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വി എഫ് ഈസ് അപ്രോക്സിമേറ്റ്ലി അപ്രോക്സിമേറ്റ് എഴുതാൻ പറ്റുള്ളൂ 0.025. ഇതിൻ്റെ കാൽ ഭാഗത്താണിത്. ഇതല്ലേ 4/1 ഭാഗമേ വരുന്നുള്ളൂ ഈ ഭാഗത്തിൻ്റെ ഇത്. ആൻഡ് ഡെൽറ്റ ഐ എഫ് ഈസ് ഈക്വൽ ടു 60 mA. ഇനി നമ്മളോടൊരു അവിടെ നിൽക്കട്ടെ, ഞാൻ ചെയ്തിട്ട് പറയാം. ഓക്കെ, അപ്പം നിങ്ങൾ ആർ ഡി കാൽക്കുലേറ്റ് ചെയ്ത് സിംപ്ലി ആർ ഡി ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി എഫ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഐ എഫ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.025 ഡിവൈഡഡ് ബൈ 60 × 10⁻³ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.42 എന്ന് വരും. വളരെ ചെറുതായിരിക്കും, 0.42. ഇനി നമ്മുടെ നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾ ഓഫ് തമ്പ് ഇക്വേഷൻ വെച്ച് ഇങ്ങനെയൊന്നും ചെയ്യാതെ ഏകദേശം റേഞ്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു. റൂൾ ഓഫ് തമ്പ് ഇക്വേഷൻ വെച്ചും കാൽക്കുലേറ്റ് ചെയ്യുക നിങ്ങൾ. യൂസിങ് ദ റൂൾ ഓഫ് തമ്പ് ഇക്വേഷൻ ആർ ഡി ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? 26 MV ഡിവൈഡഡ് ബൈ ഐ എഫ് എത്രയാണ്? 70 mA. 26 MV ഡിവൈഡഡ് ബൈ 70 × 10⁻³. ദാറ്റ് ഈസ് ഈക്വൽ ടു ചെയ്ത് നോക്കിക്കൊള്ളുക, ഇവർ 0.37 Ω എന്ന് കിട്ടും. ഇതാണ് നേരത്തെ പറഞ്ഞ 0.42 Ω ആണ്. റൂൾ ഓഫ് തമ്പ് ഇക്വേഷൻ വെച്ച് 0.37 Ω എന്ന് കിട്ടും. ഞാൻ ആ ടെക്സ്റ്റ് ബുക്കിലെ ഗ്രാഫിൽ നിന്നാണ് ഇത് ചെയ്തത്. നിങ്ങളോട് ആർ ഡി കണ്ടുപിടിക്കാൻ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വല്ലതും തരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്. അതായത് ഗ്രാഫിൽ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റുമോ? അപ്പോൾ നിങ്ങളോട് ആർ ഡി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ. ഈ സ്ട്രെയിറ്റ് സെഗ്മെൻറ്റിൻ്റെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്താണ്. ഇത് ഡെൽറ്റ ഐ എഫ് ആയിരിക്കും. ഈ ഗ്രാഫിൽ നിന്ന് ഡെൽറ്റ ഐ എഫ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് ഡെൽറ്റ വി എഫ് ആയിരിക്കും. ആൻഡ് ആർ ഡി ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി എഫ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഐ. ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് എക്സാമ്പിളാണ് ചെയ്തിരിക്കുന്നത്. അടുത്തത് നമുക്ക് ഡയോഡ്. അപ്പുറം ഇത് ഇത്രയും കാര്യങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് തന്നെയാണ്. ഇനിയും നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ, നേരത്തെ പഠിച്ചതിൻ്റെ എക്സ്റ്റൻഷനായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഹെഡിങ് എഴുതുക, ഡയോഡ് അപ്രോക്സിമേഷൻ. ഡയോഡ് അപ്രോക്സിമേഷൻ. ഡയോഡ് അപ്രോക്സിമേഷൻ. ഈ ഡയോഡ് അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഐഡിയൽ ഡയോഡാണ് എങ്കിൽ ഈ ഫോർവേഡ് ബയാസിൽ ഒരു വി എഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫോർവേഡ് വോൾട്ടേജ്
ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ്. സിലിക്കൺ ആണെങ്കിൽ 0.7 വോൾട്ടേജ് ആയിരിക്കും, അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് നിൽക്കും. അതുപോലെ തന്നെ ഫോർവേഡ് റെസിസ്റ്റൻസ് വളരെ വളരെ കുറവായിരിക്കും. റിവേഴ്സ് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ വളരെ വലുതായിരിക്കും. ഇതൊക്കെയാണ് നല്ല ഡയോഡിന് വേണ്ട ഗുണങ്ങൾ. അതായത് ഡയോഡ് ഒരു വൺ വേ ഡിവൈസ് ആണ്, ഓഫറിങ് എ ലോ റെസിസ്റ്റൻസ് വെൻ ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് എ ഹൈ റെസിസ്റ്റൻസ് വെൻ ബയാസ്ഡ് അണ്ടർ റിവേഴ്സ് കണ്ടീഷൻ. an ideal diode would have zero forward resistance. ഒരു ഡയോഡ് ഐഡിയൽ ആണ് എങ്കിൽ അതിൻ്റെ ഫോർവേഡ് റെസിസ്റ്റൻസ് 0 ആയിരിക്കണം, ആൻഡ് 0 ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ്. അപ്പം ഐഡിയൽ ഡയോഡ് ആണ് എങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ഡയോഡ്. ഐഡിയൽ ഡയോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച ഫോർവേഡ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഡൈനാമിക് റെസിസ്റ്റൻസ് RD 0 ആയിരിക്കണം. റെസിസ്റ്റൻസ് ഒന്നും ഓഫർ ചെയ്യരുത്. തുടക്കത്തിൽ പറഞ്ഞു ഓർക്കുക, ഫോർവേഡ് ബയാസിൽ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ബിഹേവ് ചെയ്യേണ്ട സാധനമാണ്. ഓർ VF = 0. VF എന്തായിരിക്കണം? VF 0 ആയിരിക്കണം. ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് 0 ആയിരിക്കണം ഐഡിയൽ ഡയോഡിൻ്റെ കേസിൽ. അതുപോലെ തന്നെ റിവേഴ്സ് റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കണം, ഇൻഫിനിറ്റി ആയിരിക്കണം. റിവേഴ്സ് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആയിരിക്കും ആർക്ക്? ഐഡിയൽ ഡയോഡിന്. പക്ഷെ നമുക്കറിയാം ഒരു ഐഡിയൽ, അപ്പോൾ റിവേഴ്സ് കറണ്ട് എന്തായിരിക്കണം? 0 ആയിരിക്കും. അപ്പോൾ ഒരു ഐഡിയൽ ഡയോഡ് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യുകയില്ല. അപ്പോൾ നമുക്ക് ഈ ഐഡിയൽ ഡയോഡ് നോൺ ഐഡിയൽ ഡയോഡിനെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഡയോഡ് അപ്രോക്സിമേഷൻ എന്നുള്ള ഹെഡിങ്ങിൻ്റെ മീനിങ്. ഇൻ സർക്യൂട്ട്സ് വിത്ത് സപ്ലൈ വോൾട്ടേജ് മച്ച് ലാർജർ ദാൻ ദ ഡയോഡ് ഫോർവേഡ് ബയാസ് വോൾട്ടേജ്, നമുക്ക് VF-നെ കോൺസ്റ്റൻ്റ് ആയിട്ട് അസ്യൂം ചെയ്യാൻ പറ്റും. അതായത് ഈ ഫോർവേഡ് നേരത്തെ ആ ഗ്രാഫിൽ നിന്ന് വരച്ച് ഓർക്കുക, നമുക്ക് ഈ പ്രാക്ടിക്കൽ ഡയോഡ് ഇത് കണ്ടോ, ഇതിനകത്ത് VF ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. VF ഇത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങോട്ടങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് VF-ൻ്റെ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഈ പ്രാക്ടിക്കൽ ഡയോഡുകൾക്ക് നമ്മൾ ബയാസിങ്ങിന് കൊടുക്കുന്ന അപ്ലൈഡ് വോൾട്ടേജ്, ഇപ്പം സിലിക്കൺ ഡയോഡ് ആണെങ്കിൽ VF-ൻ്റെ റേഞ്ച് 0.7 വോൾട്ടാണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ്, പുറമേ കൊടുക്കുന്ന സെല്ലിൻ്റെ വോൾട്ടേജ് അതിനേക്കാൾ വളരെ വലുതാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ VF-നെ ഏകദേശം ഒരു കോൺസ്റ്റൻറ്റ് പോലെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫിഗർ വരയ്ക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻ സർക്യൂട്ട്സ് വിത്ത് സപ്ലൈ വോൾട്ടേജ് മച്ച് ലാർജർ ദാൻ ദ ഡയോഡ് ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ്, VF ക്യാൻ ബി അസ്യൂംഡ് ടു ബി കോൺസ്റ്റൻറ്റ് without any error. Also the diode reverse current is normally so much smaller than the forward current and the reverse current can be ignored. അതായത് റിവേഴ്സ് കറണ്ട് നേരത്തെ പറഞ്ഞു കൊടുക്കുക, നാനോ ആംപിയറിൻ്റെ ഓർഡറിലാണ്, ഫോർവേഡ് കറണ്ട് മില്ലി ആംപിയറിൻ്റെ ഓർഡറാണ്, വളരെ വളരെ കുറവാണ്, 1/10,000 ടൈംസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ റിവേഴ്സ് കറണ്ടിനെ നമുക്ക് എന്ത് ചെയ്യുക, ഇല്ല എന്ന് തന്നെ എടുക്കുന്നതിനകത്തും തെറ്റില്ല. അപ്പം ഈ ഡയോഡ് അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞ മീനിങ് ഇതേ ഉള്ളൂ. ഐഡിയൽ ഡയോഡും പ്രാക്ടിക്കൽ ഡയോഡും തമ്മിൽ വ്യത്യാസമുണ്ട്. പല കേസിലും നമുക്ക് പ്രാക്ടിക്കൽ ഡയോഡിനെ ഐഡിയൽ ഡയോഡ് പോലെ അപ്രോക്സിമേറ്റ് ചെയ്യാം. ഇത് ക്ലിയർ ആകുന്നതിനായിട്ട് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 3 ഡയഗ്രാംസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ വരയ്ക്കണം. ഞാൻ ആ ഡയഗ്രാംസ് എടുക്കാം. എവിടെയാണ്? Ideal diode, practical diode approximations. ഈ ഡയഗ്രം തന്നെ. ഇത് നോക്കുക, ആദ്യത്തെ ഗ്രാഫ് നിങ്ങൾ നോക്കുക. ഐഡിയൽ ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഐഡിയൽ ഡയോഡിൽ നിങ്ങൾ ആ ഗ്രാഫിനകത്ത് നോക്കി കാണിച്ചിരിക്കുന്ന നോക്കിയേ, ഇതിനകത്ത് VF, IF, VR, IR. ഇനിയും ഈ ജർമേനിയൻ ഡയോഡ് നോക്കി ഗ്രാഫ് കാണിച്ചിരിക്കുന്നത് നോക്കുക. ഈ ജർമേനിയൻ ഡയോഡിൽ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഈ VF-ൻ്റെ അവിടെ നിന്ന് 0.3 വോൾട്ടിൽ നിന്ന് നേരെ മുകളിലേക്കാണ് പോയിരിക്കുന്നത്. ഈ ജർമേനിയൻ ഡയോഡിന് കാണിച്ചിരിക്കുന്നത് നോക്കുക, VF-ൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ നേരെ മുകളിലേക്ക് കാണിച്ചിരിക്കുന്നു. റിവേഴ്സ് കറണ്ട് ഓൾമോസ്റ്റ് 0 ആയിട്ട് കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അതേ ഗ്രാഫ് തന്നെ സിലിക്കൺ ഡയോഡിൻ്റെ അപ്രോക്സിമേറ്റ് ക്യാരക്ടറിസ്റ്റിക്സിൽ
0.7 നിന്ന് നേരെ മുകളിലേക്ക്. ഇതിൻ്റെയൊക്കെ മീനിങ് ഇതാണ്. സിലിക്കൺ ഡയോഡ് ആണ് എങ്കിൽ നമുക്ക് വി ക്യാൻ അസ്യൂം ദാറ്റ് ഫോർവേഡ് വോൾട്ടേജ് ഇസ് എ കോൺസ്റ്റൻറ്റ് 0.7 വോൾട്ട്. ടെക്സ്റ്റ് ബുക്ക് ഡയഗ്രം നോക്കുക. ആൻ ഐഡിയൽ ഡയോഡ് VF is equal to 0 ആൻഡ് IR is equal to 0. അതാണ് ആദ്യത്തെ ഗ്രാഫിൽ. ഞാൻ വരച്ച് കാണിക്കാം ഒന്നുകൂടെ. പ്രാക്ടിക്കൽ ഡയോഡ് ക്യാൻ ബി ട്രീറ്റഡ് നോൺ ഐഡിയൽ ഡിവൈസ് ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. നോക്കിക്കോളൂ, നിങ്ങൾ ഞാൻ പറയാം. അതായത് ഒരു ഐഡിയൽ ഡയോഡ് ആണ് എങ്കിൽ ഇതാണ് ഐഡിയൽ ഡയോഡ് ആണ് എങ്കിൽ ഇതാണ് ഫോർവേഡ്. അപ്പോൾ ഈ ഫോർവേഡ് വോൾട്ടേജ് 0 ആയിരിക്കും. കറണ്ട് ഇതേ കൂടെ കാണിക്കണം. ഇതേ കറണ്ട് ഉണ്ട്, ആക്സിസ് ആയതുകൊണ്ട് കാണിക്കാൻ കളർ മാറ്റി ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങളിങ്ങനെയാണ് കാണിക്കേണ്ടത്. ഇതിൽ VR കാണിക്കണം, ഗ്രാഫ് വരയ്ക്കുക. ഇതിൽ VR കാണിക്കണം, ഐഡിയൽ ഡയോഡ് എന്ന് എഴുതി. VR അല്ല, VF. ഇത് VR, ഇത് IR, ഇത് VF. എന്നിട്ട് നിങ്ങൾ കാണിക്കേണ്ടത് ഇങ്ങനെ VF 0ക്ക് IF കാണും. ഇതേ സംഭവം നിങ്ങൾ സിലിക്കൺ ഡയോഡിന് കാണിക്കേണ്ടത്. സിലിക്കൺ ഡയോഡിന് നമ്മൾ ചെയ്യേണ്ടത് VF അതിന് 0 അല്ല, 0.7 വോൾട്ട്. 0.7 വോൾട്ട് ഇങ്ങനെ കാണിക്കണം. അതായത് ഫോർവേഡ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് 0.7 വോൾട്ട് എന്നുള്ള കോൺസ്റ്റൻറ്റിനാണ്. VF മാറുന്നില്ല. നേരത്തെ വരച്ച ഗ്രാഫ് ഇവിടെ ചെരിഞ്ഞാണ്, ഇത് അപ്രോക്സിമേറ്റ് ചെയ്യുന്നതാണ് നമ്മളിങ്ങനെ. റിവേഴ്സ് കറണ്ട് 0 തന്നെ അല്ല, ഇതേ കൂടെ തന്നെ റിവേഴ്സ് കറണ്ട് 0 ആണ്. റിവേഴ്സ് കറണ്ട് 0 ഇങ്ങനെ ആയിരിക്കും. റിവേഴ്സ് കറണ്ട് ഇതേലും റിവേഴ്സ് കറണ്ട് കാണിക്കണം. ഇങ്ങനെ ആയിരിക്കും റിവേഴ്സ് കറണ്ട് 0. ഞാൻ റിവേഴ്സ് കറണ്ട് 0, അതായത് റിവേഴ്സ് കറണ്ട് 0. ഇത് ജർമ്മേനിയം എന്ന് എഴുതിയിട്ട് നിങ്ങൾ ഒരേ ഒരു വ്യത്യാസം വരുത്തേണ്ടത് ഈ 0.7 പകരം 0.3 വോൾട്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ ജർമ്മേനിയം ആവും. അപ്പോൾ ആ ഗ്രാഫ് വരച്ചിടുക 3 എണ്ണം. എന്നിട്ടൊരു എക്സാമ്പിൾ എഴുതുക. സിമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ ഈ പറഞ്ഞത് അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുള്ള എക്സാം. ഈ എക്സാമ്പിളോടെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നിർത്തും. നാളെ അടുത്ത ദിവസം ഇത് എഴുതി നോട്ട് എഴുതി പഠിക്കണം. PDF നിങ്ങൾക്ക് അവൈലബിൾ അല്ല എങ്കിൽ എന്നോട് പറയും. ഞാൻ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഇമേജുകൾ, അതായത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ ഗ്രൂപ്പിലിടാം നിങ്ങൾക്ക് വേണമെങ്കിൽ. അപ്പോൾ അതും കൂടെ വെച്ച് നോട്ട് എഴുതി നമുക്ക് വീഡിയോ കണ്ടിട്ട് ക്വസ്റ്റ്യൻ എഴുതുക. എ സിലിക്കൺ ഡയോഡ് ഈസ് യൂസ്ഡ് ഇൻ ദ സർക്യൂട്ട് ഷോൺ. കാൽക്കുലേറ്റ് ദ ഡയോഡ് കറണ്ട്. സർക്യൂട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 15 വോൾട്ട്. ഡയഗ്രാം വരയ്ക്കാം. 15 വോൾട്ട്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് 4.7 കിലോ. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? കാൽക്കുലേറ്റ് ദ ഡയോഡ് കറണ്ട്. ഇതാണ് നേരത്തെ പറഞ്ഞത്, നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ സിലിക്കൺ ആണെന്ന് ഇത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഡയോഡ് അപ്രോക്സിമേഷൻ അനുസരിച്ച് ഫോർവേഡ് ബയാസിലാണ് ഈ ഡയോഡ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലായ്പ്പോഴും ഈ സിലിക്കൺ അക്രോസ് എത്ര വോൾട്ടേജ് കാണും? VF കാണും. യു ക്യാൻ ടേക്ക് VF ആസ് എ കോൺസ്റ്റൻറ്റ് 0.7 വോൾട്ട്. അപ്പോൾ ഈ ഡയോഡിലൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊരൊറ്റ ലൂപ്പല്ലേ ഉള്ളൂ. അപ്പോൾ ഈ മെയിൻ കറണ്ട് I ആയിരിക്കും ഡയോഡിലൂടെയുള്ള കറണ്ട്. ശരിയാണല്ലോ. അത് 4.7 k ഓമിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കിർച്ചോഫ്സ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്താൽ E ഈസ് ഈക്വൽ ടു I മൾട്ടിപ്ലൈഡ് വിത്ത് 4.7 k ആണ് കിലോ പ്ലസ് 0.7 വരും. ശരിയല്ലേ? അല്ലെങ്കിൽ E മൈനസ്
ഇത് ശരിക്കും ഇക്വേഷൻ ഇങ്ങനെയാണ്. ഞാൻ ഇത് ഇയും ഇത് വി എഫ് എന്ന് വിട്ട് കഴിഞ്ഞാൽ ഇത് ആറെന്ന് വിട്ട് കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ ഞാൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ ഇക്വേഷനായിട്ട് എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇ ഈസ് ഈക്വൽ ടു ഇതിവിടെ നിൽക്കട്ടെ, ഇ ഈസ് ഈക്വൽ ടു ഐ ആർ പ്ലസ് വി എഫ് ആണ്. ഐ എന്ന് പറഞ്ഞാൽ ഐ എഫ് ആണ്, ഡയോഡിൻ്റെ ഫോർവേഡ് കറണ്ടാണ്, ശരിയല്ലേ? അപ്പോൾ ഈസിക്കൽ ടു ഐ എഫ് ആർ പ്ലസ് വി എഫ്. അപ്പോൾ ഐ എഫ് ആണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഐ എഫ് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ എഴുതിയാൽ ഇ മൈനസ് വി എഫ് ഡിവൈഡഡ് ബൈ ആർ ആണ്. ഇപ്പോൾ ഈ ഇവിടെ 15 അല്ലേ നമ്മുടെ ഇക്വേഷൻ എഴുതുക. 15 മൈനസ് വി എഫ് എത്രയാണ്? സിലിക്കൺ എന്ന് പറഞ്ഞാൽ 0.7 എടുത്തോണം എല്ലാ കേസിലും. അപ്പോൾ 15 മൈനസ് ആണിത് 0.7 ഡിവൈഡഡ് ബൈ ആറ് 4.7 K ആണ്. 4.7 ഇൻറ്റു 10⁻3. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എപ്പോഴും ഈ 10⁻3 അവിടെ തന്നെ ഇട്ടാൽ മതി. എന്നിട്ട് കറണ്ട് മില്ലി ആംപിയറിൽ എഴുതിയാൽ മതി. അത് മുകളിൽ ചെല്ലുമ്പോൾ 10⁻³ ആകുമല്ലോ. അത് ചെയ്ത് നോക്കുക. 15 മൈനസ് 0.7 ചെയ്യുക, 14.3 വരും. 14.3 ബൈ 4.7 വരും. നിങ്ങൾക്ക് കിട്ടും 3.04 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് എഴുതി വീഡിയോ 1-2 തവണ കാണുക, എന്നിട്ട് നോട്ട് എഴുതുക. ഇതെല്ലാം ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് തന്നെയാണ്. ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഡയോഡും ഈ അപ്രോക്സിമേഷൻ എന്നുള്ളതേ പുതിയ കാര്യമുള്ളൂ. ഇത്രയും നന്നായിട്ട് പഠിക്കുക. അടുത്ത ദിവസം അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യും. എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ പെൻഡിങ് ആണെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയില്ല. നിങ്ങൾക്കിപ്പോൾ മറ്റ് കഴിഞ്ഞ സെമ്മിലെയൊക്കെ അനുഭവമുള്ളതാണ്. വീഡിയോകൾ ഇടുമ്പോൾ തന്നെ എഴുതി പഠിക്കണം. നമുക്കൊരു 4-5 വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ ഒരു ലൈവ് വിളിക്കാം. ഓക്കെ, താങ്ക് യു.